അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കെ സിക്കുള്ള ലോഡുമായിട്ട് മഞ്ചേരി കെ സിക്കുള്ള ഓറഞ്ച് ലോഡുമായിട്ടാണ് നമ്മൾ വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ലോഡൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെ സിയിലാണ് ഇപ്പോൾ ഉള്ളത്. മഞ്ചേരി കെ സിയിൽ നമ്മൾ ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത് കണ്ട് വീഡിയോ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമ്മളെ ഓറഞ്ച് ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ പകുതിയിലധികം ആയിട്ടുണ്ട്. പകുതി ആയിട്ടുണ്ട്. അവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരം കോലൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു മൂടലൊക്കെ ഉണ്ട് കാലാവസ്ഥക്ക്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടിങ് നടക്കുന്നുണ്ട്, ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സെക്കൻഡാണ്. സെക്കൻഡ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കിട്ടിയ സെക്കൻഡാണ്. ഇനി പോണ വൈക്കൊന്നും നമുക്ക് സെക്കൻഡ് കയറ്റാണ്ട്. മറ്റേ ഫസ്റ്റ് ഇവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു പായിൻ്റെ. അപ്പോൾ അവിടെ കൂട്ടം ചെറുതായിക്കണം. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ വൈകാതെ വണ്ടി ലോഡായിക്കൊണ്ട് പുറപ്പെടാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ കട്ടിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ 6 മണിയായി. ഇരുട്ടായി. ഇപ്പോൾ നേരത്തെ കാലത്ത് ഇരുട്ടാവുന്നതുകൊണ്ട് അത് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണിയാകുമ്പോഴതിന് തീർക്കും എന്ന് കരുതുന്നുണ്ട്. ഉറപ്പില്ല. തീർന്നാൽ കാണാം. പറിക്കാരൊക്കെ പരിപാടി നിർത്തി പോയി. ഇപ്പം നമ്മൾ വണ്ടിക്കാരും കട്ടിങ്ങാരും മാത്രമേ ഉള്ളൂ. എത്ര മണി കൊണ്ട് തീരും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മുടെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് ഞങ്ങൾ കെട്ടിമുറുക്കി പോന്നു കേട്ടോ. നമുക്ക് സെക്കൻഡ് വഴിയിൽ നിന്ന് കയറ്റണമെന്ന് പറഞ്ഞായിരുന്നു. സെക്കൻഡൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കെട്ടി പോരാൻ പറ്റി. അല്ലെങ്കിൽ നമുക്ക് വഴിയിൽ നിന്ന് പിന്നെയും കയറ്റി സമയം വെറുതെ പോകും. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ് ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് തൂക്കം നോക്കട്ടെ. 31,270. അപ്പം ഇനി തിരിച്ച് വണ്ടിയിൽ തന്നെ പോകണം. എന്നിട്ട് പണിക്കാരെ ഇറക്കിയിട്ട് നാട്ടിലേക്ക് തിരിക്കണം. നമ്മൾ വണ്ടിയിലെത്തിയിട്ടുണ്ട്. പണിക്കാരൊക്കെ ഇറക്കി ഒന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് കഴിക്കാതെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊന്ന് പോയി കിട്ടാനേ. നമ്മുടെ യാത്ര ഇപ്പോൾ നമ്മൾ തെലുങ്കാനയിലൂടെയാണ് യാത്ര. തെലുങ്കാനയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു 6 മണിക്ക് മഹാരാഷ്ട്ര ബോർഡറിൽ പാസ്സായി തെലുങ്കാനയിൽ കയറി. നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്നത് തെലുങ്കാനയിലാണ്. ഏകദേശം ഒരു 700-750 കിലോമീറ്റർ തെലുങ്കാന തന്നെ ഓടി തീർക്കാറുണ്ട്. അത്രയും ദൂരം ഓടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ തെലുങ്കാനയിൽ നമുക്ക് 3 ആർ ടി ഒ കിട്ടുന്നുണ്ട്. തെലുങ്കാന കയറാൻ കിട്ടുന്നുണ്ട്, തെലുങ്കാന ഇറങ്ങാൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു ആർ ടി ഒ കിട്ടുന്നുണ്ട്. അതിലിപ്പോൾ 2 ആർ ടി ഒമാർക്കുള്ള ചായ കുടിക്കാനുള്ള പൈസ ഞങ്ങൾ കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടെ കിട്ടും. ഇപ്പോൾ നമ്മൾ നാഗ്പൂർ ഹൈദരാബാദ് റൂട്ടിലാണ്. ഇനി നമുക്ക് ഹൈദരാബാദാണ് കിട്ടാനുള്ളത്. ഹൈദരാബാദൊക്കെ നമുക്കൊരു 70 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദൊക്കെ. പക്ഷേ നമ്മൾ ഒരു 25-30 കിലോമീറ്റർ മുമ്പ് നമ്മൾ ഓവർ റിംഗ് റോഡിൽ നമുക്ക് കയറണം. ഹൈദരാബാദ് കഴിഞ്ഞാൽ ഹൈദരാബാദ് ബാംഗ്ലൂർ റൂട്ടിൽ നമുക്ക് ഒരു ആർ ടി ഒ കിട്ടും. കർണാടകൻ്റെ നമുക്ക് പിന്നെ കിട്ടൂല. നമ്മൾ കർണാടക ആർ ടി ഒ ഇല്ലാത്ത റൂട്ടിനാണ് നമ്മൾ പോവുക. ഒന്നും കുഴപ്പമില്ല. മധ്യപ്രദേശ് ആർ ടി ഒനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സുഖമാണ്. അത് കർണാടക, ആന്ധ്ര ഒക്കെ ചെറിയ പൈസ ഉള്ള ആർ ടി ഒക്ക്. പിന്നെ ഉള്ളതിപ്പോൾ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രക്ക് പിന്നെ 12 കിലോ ലോറിക്ക് 500 റുപ്യൊക്കെ വരും. ആന്ധ്ര തെലുങ്കാനൊക്കെ ആണെങ്കിൽ 300, കർണാടകയാണെങ്കിൽ 200 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. മധ്യപ്രദേശിനെ കൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിയത്. ഓലക്കാണെങ്കിൽ 1000, 1200, 1500 അതൊക്കെയാണ് ഓല കണക്ക്. ഇപ്പോൾ ഏതായാലും ഒരു സമാധാനം ആർ ടി ഒ ബോർഡറൊക്കെ എടുത്ത് പോയതുകൊണ്ട് ഇറക്കടില്ല. എന്നാലും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ലൈനിലൊക്കെ ഉണ്ടാവും, ലൈൻ ആർ ടി ആയിട്ട്. അപ്പോഴും ആ പൈസ തന്നെ വരും. മധ്യപ്രദേശ് ആർ ടി ഒ കാലിവണ്ടിക്കും പൈസ വന്നു. അതാണ് ഭയങ്കര സങ്കടം. ലോഡില്ലെങ്കിലും ലോഡില്ലെങ്കിലും ഒക്കെ അവർ പൈസ വേണം. കാലിവണ്ടിക്കും അവർക്ക് പൈസ വേണം.
ഞങ്ങൾ മധ്യപ്രദേശ് ലോഡ് ഇറക്കിയിട്ട് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മൾ ഓറഞ്ച് കയറ്റാണ്ടായിരുന്നു. മഹാരാഷ്ട്രയ്ക്ക് വരുമ്പോൾ നമുക്ക് മധ്യപ്രദേശിൻ്റെ ലൈൻ ആർട്ട് കിട്ടി. അവർ ഞങ്ങളെ പിടിച്ച് 500 റുപ്യ വേണമെന്നാണ്. ഞങ്ങൾ പറഞ്ഞു കാലി വണ്ടിയാണ്, വണ്ടിയിൽ ലോഡില്ല. അതൊന്നും ഓൽക്ക് അറിയണ്ട. ഓല മുമ്പിൽ വന്ന് പെട്ടാൽ പിന്നെ പൈസ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കണ്ട് ലാസ്റ്റ് 300 റുപ്യ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒന്നും അവരുടെ പറയാൻ പറ്റില്ല. അവരപ്പോൾ വണ്ടീൻ്റെ ഫയൽ വാങ്ങിയപ്പോൾ വണ്ടീൻ്റെ പേപ്പറെല്ലാം വാങ്ങിയാൽ പിന്നെ നമ്മൾ പോകില്ലല്ലോ. അതാ അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റും സുഖമാണ്. അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര ബോർഡറിൽ കയറിയപ്പോൾ അവർ ഞങ്ങൾ മെയിൻ്റെയിൻ ചെയ്തിട്ടില്ല. ഏറ്റവും നല്ല സുഖം നമ്മുടെ കേരളത്തിൽ തന്നെ. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പോലീസാകട്ടെ ആർട്ടിയാകട്ടെ നമ്മളെ ബുദ്ധിമുട്ടിക്കൂല. അന്യായമായിട്ട് നമ്മളൊരു ഇടങ്ങാറുപോലും ആക്കൂല. നമ്മളെന്തെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ന്യായമായിട്ടാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പിന്നെ ന്യായമോ അന്യായമൊന്നുമില്ല. പൈസ മാത്രം മതി. എല്ലാവർക്കും പൈസ 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 പൈസ. ലോറി കണ്ട പൈസ. റോട്ടിലെവിടെയെങ്കിലും ഒരു പോലീസുകാരൻ ചായ കുടിച്ചിരിക്കുന്നത് മുമ്പ് നമ്മൾ വണ്ടി പോകണണ്ട അപ്പം ചാടി പോകും പൈസ. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ജോലിയുടെ കഷ്ടപ്പാട്. അപ്പോൾ അത്ര കഷ്ടപ്പാട് ഉണ്ടെങ്കിൽ നിങ്ങളെന്തിനാണ് ആ പണിക്ക് പോകുന്നത് നിങ്ങളാരും ചോദിക്കരുത്. കാരണം ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് വരുന്നുണ്ടല്ലോ. ഏതൊരു ജോലിക്ക് അതിൻ്റേതായിട്ട് കഷ്ടപ്പാടുണ്ടല്ലോ. അപ്പോൾ നമ്മളെ വണ്ടിയിലുള്ള ഓറഞ്ച് നമ്മുടെ നാട്ടിൽ കത്തിക്കഴിഞ്ഞാൽ എത്രങ്ങാനും ആൾക്കാരാണ് തിന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ കുറച്ച് രണ്ടാൾക്കാരെ കുറച്ച് കഷ്ടപ്പാട് ആകുമ്പോൾ എത്രങ്ങാനും ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഉപകാരം കിട്ടും. നമ്മളങ്ങനെ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്നല്ല. നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ ചാനലിൻ്റെ പേരുമാതിരി തന്നെ നമ്മളെ ലോറി ജീവിതം എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോ ഒക്കെ കാണണം. നമ്മളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടെങ്കിൽ പറയണം. നമ്മളെ അറിവിൽ കൂടുതൽ എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം. ലൈക്ക് കമ്മിയാക്കണ്ട. വെറുതെ ഒന്ന് തൊട്ടാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ത്തറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ തറാന്ന് കേൾക്കുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മുഴുവനും മനസ്സിലാക്കാനും കേൾക്കാനും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈവേയിൽ കയറാറായി. അതിനു മുമ്പുള്ള ഒരു അങ്ങാടിയാണ് ഇത്. മിഡിച്ചൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതുവഴി വരുന്ന ഡ്രൈവർമാരുടെ തലവേദനയാണ് ഈ സ്ഥലം കേട്ടോ. ഇത് എപ്പോഴും പോക്കേക്കാരം. ഇപ്പോൾ ഇവിടെ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ആ തലവേദന നമുക്ക് മാറിക്കിട്ടും ഡ്രൈവർമാർക്ക്. ആകെ ജഗപ്പൊക്കെ പിടിച്ചൊരു അങ്ങാടിയാണിത്. ഇഞ്ചി എക്സ്പ്രസ്സിലൂടെയൊക്കെ വരലുണ്ട് ഇതിൽ. അന്നൊരു പ്രത്യേകം തിരക്കേക്കാണ്. ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട് ഈ അങ്ങാടിക്ക്. അതുകൊണ്ട് പെട്ടെന്നൊന്നും തടി കിട്ടൂല ഇവിടെ. ഇവിടെയൊക്കെ റോഡിൻ്റെ 2 സൈഡിലും കമ്പിളിപ്പുതപ്പ് അതേമാതിരി ചെരുപ്പിൻ്റെ ഒക്കെ കച്ചവടക്കാർ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് പണി കാരണം അതൊന്നുമില്ല. നമ്മൾ വന്നു കാണുന്ന വില പേശാൽ നമുക്ക് ചെറിയ പൈസക്ക് കമ്പിളിയും ചെരുപ്പൊക്കെ വാങ്ങാൻ പറ്റിയിരുന്നു. ഇവിടെ നിന്നൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് പണി കൊണ്ട് അതൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് ഹൈദരാബാദ് സിറ്റിക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് എക്സ്പ്രസ്സിൽ കയറണം. ഈ ബോർഡുകളിൽ കാണുന്ന വണ്ടികളൊന്നും എക്സ്പ്രസ് ഹൈവേയിൽ കയറാൻ പാടില്ല. ഓട്ടോ, ബൈക്ക്, ട്രാക്ടർ അങ്ങനത്തെ ഉള്ള വണ്ടികളൊന്നും കയറാൻ പാടില്ല ഹൈവേയിൽ. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ഹൈവേയിൽ കയറണം. എക്സ്പ്രസ് ഹൈവേക്കുള്ള വഴിയാണിത്. എക്സ്പ്രസ് ഹൈവേൻ്റെ മേലക്കൂടെയുള്ള പാലങ്ങളാണ്. എഞ്ചിനീയർമാരുടെ ഒരു കലാവിരുത് തന്നെ ഇവിടെ ഉണ്ട്, കാണാനുണ്ട്. അപ്പോൾ
നമുക്ക് ഈ ടോളിൽ എൻട്രി ചെയ്യണം. എക്സ്പ്രസ് ഹൈവേക്ക് കയറാനുള്ള ടോളാണ്. നമുക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ പൈസ പോവാം. അപ്പം അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറുകയാണ്. ഇടയിൽ കട്ടിങ്ങൊന്നും ഇല്ലാത്ത റോഡാണ് എക്സ്പ്രസ് ഹൈവേ. ഇതിൻ്റെ ഇടയിലൊരു കട്ടിങ്ങും ഇല്ല. നമുക്ക് സൗദി കൂടെ പോകണമാതിരി അങ്ങനെ പോകാം. നല്ല നിലക്ക് മെയിൻറ്റെയിൻ ചെയ്യണ റോഡാണ്. എപ്പോഴും പണിക്കാരുണ്ടാവും. 120 സ്പീഡ് വേഗത്തിൽ പോകട്ടോ. നമുക്കല്ല, കാറിന്. നമുക്കുള്ള വേഗം ഇവിടെ റോട്ടിൽ എഴുതി വെച്ചിരുന്നു. നമുക്കുള്ള വേഗമാണത് റോട്ടിൽ 80, അപ്പുറത്ത് 120 കാറിന്. അടക്കലോടുമായി പോയപ്പോഴുള്ള വീഡിയോയിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ അത് രാത്രിയായിരുന്നു. രാത്രി കാഴ്ച വേറെയും പകൽ കാഴ്ച വേറെ ഇല്ല. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പകൽ കാഴ്ച ഒന്ന് പെടുത്താമെന്ന് കരുതിയത്. ഇനി മുമ്പത്തെ വീഡിയോ കാണാത്തവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണാമല്ലോ എന്നും കരുതി. ബാംഗ്ലൂർക്ക് 614 കിലോമീറ്റർ. പക്ഷെ നമ്മൾ ബാംഗ്ലൂർ ടച്ച് ചെയ്യില്ല. നമ്മൾ കർണാടകൻ്റെ വേറെ ഭാഗമായ തുംകൂർ ഭാഗം വഴിയാണ് നമ്മൾ പോവുക. തുംകൂർ ഭാഗത്തൂടെ പോയി മൈസൂരിൽ ചാടിയ കാരണം ബാംഗ്ലൂർ നമ്മൾ ടച്ച് ചെയ്യില്ല. നോ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് അതിലുള്ള പോക്ക് നമ്മൾ പരമാവധി ഒഴിവാക്കലാണ്. അനാവശ്യമായിട്ട് നമുക്ക് ഈ റൂട്ടിൽ വണ്ടി നിർത്താൻ പാടില്ല. എമർജൻസി ആയിട്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ. അതിൻ്റെ ബോർഡാണിത്. അല്ലെങ്കിൽ പണി കിട്ടും. 3000 റുപ്യാണ് ഫൈന് വരിക. അവിടെ വണ്ടി വെറുതെ നിർത്തുക, ഇവിടെ കയറുക, എക്സിറ്റിൽ ഇറങ്ങണം. അല്ലാതെ നിർത്താൻ പാടില്ല. ബ്രേക്ക് ഡൗൺ ആവുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മാത്രമേ നമ്മൾ ഇവിടെ വണ്ടി നിർത്താൻ പാടുള്ളൂ. ഇതുപോലൊന്നും വണ്ടി നിർത്താൻ പറ്റൂല. എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയ കാരണത്താൽ അയക്കാർ നിർത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വെറുതെ നിർത്തിയാൽ പണി കിട്ടും. ഹൈവേക്കാർ എപ്പോഴും കറങ്ങിക്കൊണ്ടേക്കാറ് ഈ റൂട്ടിൽ. നമ്മളെ സ്പീഡ് ബോർഡാണത്. എത്ര സ്പീഡിൽ പോകാൻ പറ്റുമെന്നൊക്കെ കാണുന്ന ബോർഡ്. എത്രങ്ങാനും നേരമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ പൊന്തിച്ചത്. അടുത്ത ബിൽഡിങ് ഇതൊന്നും കേരളത്തിൽ കാണില്ല. അങ്ങനത്തെ ബിൽഡിങ്ങൊന്നും. എത്രങ്ങാനും ഫ്ലാറ്റുകളാണ്. സിനിമാ നടന്മാരുടെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണെന്നറിയില്ല. ഒരുപാട് ഫ്ലാറ്റുകൾ പുതിയത് കുറേ പൊന്തിക്കൊണ്ട് പോകുന്നു. പല ഷേപ്പിലുള്ള ബിൽഡിങ്ങുകളാണത്. ഒക്കെ പല കമ്പനികളുടെ മാറ്റേക്കാരും തോന്നുന്നുണ്ട്. പല കുളത്തിലുണ്ട് ബിൽഡിങ്ങുകൾ. ഏതായാലും റോഡ് 2 സൈഡിലും നിറച്ചുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഉയരമൊക്കെ ഒന്ന് കണ്ടോ കാണുങ്ങൾ. നോക്കിയിട്ട് അങ്ങോട്ട് എത്തണില്ല. ക്യാമറ പിടിച്ചിട്ട് തന്നെ അവിടെ എത്തണില്ല. അത്രയുണ്ട്. അപ്പോൾ തെലങ്കാന ആന്ധ്ര പ്രദേശിലെ ഓട്ടം നമ്മൾ തീരുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് കർണാടകയിൽ കൂടെയാണ്. കർണാടക ബോർഡറാണിത്. ആന്ധ്ര കർണാടക ബോർഡർ. അതിൻ്റെ കവാടാണ്. ഇനി നമുക്ക് കർണാടകയിലൂടെ നമ്മളെ ഓട്ടം. കുറച്ച് ദൂരം ഉണ്ടാവും നമുക്ക് കർണാടകത്തെ ഓട്ടം. നമ്മൾ നേരെ ഇനി മൈസൂർക്കാണ് നമ്മുടെ പോക്ക്. അപ്പോൾ കർണാടകയിൽ മധുഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോത്തഗിരി, തുംകൂര്, കൂനിക്കല്ല്, പിന്നെ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ റോട്ടിൽ മധൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാടും. നമ്മൾ ബാംഗ്ലൂർ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ റൂട്ട്. ബാംഗ്ലൂർ എപ്പോഴും തിരക്കാണ്. രാവും പകലൊക്കെ ബ്ലോക്ക് ആയി. കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ്. ടൈം ഒരുപാട് പോകും. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഈ റൂട്ടാകുമ്പോൾ ശല്യമില്ലാതെ പോകും. ആരും ശല്യമില്ലാതെ. പകലാണെങ്കിലാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കുറച്ച് തിരക്കുണ്ടാവും. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അതേപോലെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ തുംകൂർ എത്തിയിട്ടുണ്ട്.
വലിയൊരു സിറ്റിയാണ് തുംകൂർ. പകലൊന്നും ഇതിൽ കൂടെ പോകാൻ കഴിയില്ല, അത്രയും ബ്ലോക്കും തിരക്കൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. അവിടെ ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ട് തുംകൂരിന്. ഇവിടെ ഒരുപാട് ആൾക്കാർ സിയാറത്ത് വരുന്നതാണ്. സിയാറത്ത് എന്ന് പറയുമ്പോൾ തീർത്ഥാടനത്തിനൊക്കെ വരുന്നതാണ്. കുറേ മക്ബറ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റോഡിൻ്റെ ഒരു സൈഡ് ഇത് അമ്പലം, അതിനെ ഈ കാണുന്നത് മക്ബറ. നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവിടെ നിന്ന് ഒരുപാട് സഹായങ്ങൾ നമുക്ക് കേരളത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ടുള്ളൊരു സൈലൻ്റാണ്, ഒരു മനുഷ്യന്മാരുമില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്കൊന്ന് കാണണം പകല്. അങ്ങനെ മധുര് മൈസൂര് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ബേഗൂരിലാണുള്ളത്. ബേഗൂർ എത്തിയിട്ടില്ല. ബേഗൂർ ഒരു 5-8 കിലോമീറ്റർ ഉണ്ട്. അതിനു മുമ്പ് മുജീബിൻ്റെ ഹോട്ടലിലാണ്, കേരളക്കാരൻ മുജീബിൻ്റെ ഹോട്ടലിലാണ്. ലോറിക്കാരൊക്കെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കൽ. ഭക്ഷണത്തിന് പൈസക്കൊക്കെ ഒരു പാകമുണ്ട്. അപ്പോൾ ഫാമിലികളൊക്കെ മൈസൂർ കൊണ്ട് ഫാമിലിയൊക്കെ പോകുന്നവരൊക്കെ വരലുണ്ട് ഇവിടുന്ന് കഴിക്കാൻ. ഇതാണ് ഹോട്ടൽ ശ്വേത റെസ്റ്റോറൻറ്റ്. ഭക്ഷണം കഴിക്കട്ടെ. നമ്മുടെ യാത്ര ഇപ്പോൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീസ് അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ മുജീബിൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പൊറാട്ടയും ചായയും കുടിച്ച് പോകുന്നതാണ്. നമുക്ക് ഗ്രീസ് അടിക്കണം. അത് കഴിഞ്ഞാൽ ഡീസൽ അടിക്കണം. ആ ഡീസൽ അടിക്കണ പമ്പ് നമുക്കൊന്ന് വണ്ടി പച്ചാണെങ്കിലൊന്ന് കഴുകണം. വണ്ടാകെ മഴ പെയ്ത് ചളിയും പൊടിയും പിടിച്ചിട്ടുണ്ട്, ഒന്നുകൊണ്ട് വൃത്തിയാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലാണ് നിർത്തണ്ടാവുള്ളൂ. അങ്ങനെ ഡീസൽ പമ്പിലാണ് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പ് കയറിയതാണ്. അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് കഴുകാനുള്ള സൗകര്യമുണ്ട്, പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വണ്ടി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡീസൽ അടിക്കണം. ഗ്യാസ് കഴുകുന്നുണ്ട്. ഞാനും കൂടട്ടെ. ഫോൺ വന്നപ്പോൾ ഇവിടെ വന്നതാണ്. അപ്പോൾ അങ്ങനെ സുൽത്താനെ കഴുകി സുന്ദരനാക്കി ഡീസൽ അടിക്കൽ തുടങ്ങി. ഡീസൽ അടിച്ചാൽ നേരെ വിടും നാട്ടിക്ക്. ഈ കാട് കയറാണ്ട് ചുര ഇറങ്ങാണ്ട്. ഫസ്റ്റ് ലോഡിന് തന്നെ മഴ അയക്കാണ്ട് ആകെ ചളിയായി. അപ്പോൾ ഒന്ന് കഴുകിക്കാണ്ട് നാട്ടിൽ ഇറങ്ങുമ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നൊരു കുറെ കാണണ്ടേ. അപ്പോൾ അതുകൊണ്ടൊന്നും കഴുകി. ഇങ്ങനെ കഴുകിയാണ്ട് ഇങ്ങനെ വൃത്തിങ്ങനെ ഉണ്ടാവും. അടുത്തൊരു മഴ കിട്ടോളം. അപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് താണിക്കാലുമ്പോൾ തവളിരിക്കണ മാതിരി ഇരിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പം നമ്മുടെ യാത്ര ഇപ്പോൾ വന്ദിപ്പൂർ മുതുമല ഫോറസ്റ്റിലൂടെയാണ്. ഒരു ആന ഇതിലങ്ങനെ പോകുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. അത് ആ സൈഡിലെ കൂടെ അങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ ഫോറസ്റ്റിലാണ് ഉള്ളത്. നമുക്കിന്ന് ഇത് കഴിഞ്ഞാൽ ഇതൊരു ടാസ്ക്കാണ് നമുക്ക് കാട്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് നമുക്ക് ചുരം. അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ ഫോറസ്റ്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടാസ്ക് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കുറച്ചുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ടാസ്ക് തീർന്നു. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മഞ്ചേരിയിലെത്തും. അപ്പോൾ ഡ്രൈവർ പൈലറ്റ് സീറ്റിലുള്ളത് റിയാസാണ്. ഹായ്, എന്തൊക്കെയുണ്ട്? നമ്മളെ ഞങ്ങളെ രണ്ടാമത് വീഡിയോ കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഞങ്ങളെ ഒന്ന് കരകയറ്റി തരും. പിന്നെന്താണ് പറയാ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കാണ്, നാടുകാണി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. ഇതാ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. എൻജിൻ ബ്രേക്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങാണ്. വേറെന്താണ്, സുഖമാണ്, എല്ലാവർക്കും സുഖം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മളെ വീഡിയോ വിളിച്ച് നിർത്തുകയാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്